എൻ പി എ വർദ്ധിക്കുകയാണ് എങ്കിൽ ആർ ബി ഐ ലൈസൻസുള്ള ബാങ്കുകളിൽ ആർ ബി ഐ സാഫ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും. സാഫ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക്. സാഫ് റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുമ്പോൾ അത് സാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ ക്ലീനിങ്, അതായത് ആ രീതിയിൽ കൃത്യമായിട്ട് തിരിച്ചടക്കാത്ത വായ്പകൾ അല്ലെങ്കിൽ കുടിശ്ശിക കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടും പെയിനും സ്ട്രെയിനും ഒക്കെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ബോർഡ് ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത് ആ ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരിക. അതാണ് ആർ ബി ഐ കാണുന്ന ഒരു കാഴ്ചപ്പാടും. അതുകൊണ്ടാണ് ശക്തമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പം പീപ്പിൾസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എൻ പി എ അത്ര വലിയൊരു വിഷയമല്ല, ഒരു ക്വാളിറ്റി ഉള്ള അസറ്റുകളാണ് കൂടുതലും. എങ്കിലും 2019 ഒരു വെള്ളപ്പൊക്കവും പേമാരിയൊക്കെ വന്നത് നമുക്കറിയാം. അതിനുശേഷം 2 കോൺസിക്യൂട്ടീവായിട്ട് 2 കൊറോണ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെ വന്നു. ഇതൊക്കെ കൊണ്ട് നമുക്കും കുടിശ്ശിക കൂടുകയുണ്ടായി. പക്ഷേ നമ്മൾ ജീവനക്കാരും ബോർഡും മാനേജ്മെൻറ്റും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റും ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ച് രംഗത്തിറങ്ങുകയും അത് എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ 4 അർബൻ ബാങ്കാണ് FSWM വിഭാഗത്തിലുള്ളത്. FSWM എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി സൗണ്ട് ആൻഡ് വെൽ മാനേജ്ഡ്. ആ 4 ബാങ്കുകളിലൊന്ന് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. അതായത് ആർ ബി ഐ നിഷ്കർഷിച്ചിട്ടുള്ളത് 6% താഴെ നെറ്റ് എൻ പി എ വരണം എന്നുള്ളതാണ്. സാഫ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ 3% താഴെയാണെങ്കിലാണ് FSWM ആകുക. 7ഓളം ക്രൈറ്റീരിയകളുണ്ട്. ആ 7 ക്രൈറ്റീരിയകളും അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് FSWM വിഭാഗത്തിൽപ്പെടുന്നൊരു ബാങ്കാണ്.